ഹലോ. അപ്പോൾ നമ്മളൊരു ഉത്സവം കൂടാൻ വേണ്ടി കായംകുളത്ത് വന്നതാണ് കേട്ടോ. എരുവേ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പോൾ പാപ്പൂൻ്റെയൊക്കെ കരയിലെ ഉത്സവമാണ് കേട്ടോ, 8ാം ഉത്സവം. അപ്പം ഞങ്ങൾ 7ാം ഉത്സവത്തിനാണ് നൈറ്റ് ഞങ്ങൾ നമ്മുടെ താമരശ്ശേരി ഗ്രൂപ്പിൻ്റെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തൊക്കെ ഗാനമേളകളൊക്കെ കാണാൻ പോകുന്നതിൽ നിന്ന് ഇപ്പോഴത്തേൽ നല്ലൊരു എന്താ പറയുക ലൈറ്റ് സെറ്റിങ്സും മൊത്തത്തിൽ ഒരു സംഭവം നല്ല അടിപൊളി കിടുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ പ്രോഗ്രാം പങ്കെടുക്കുന്നത് കേട്ടോ. സൂപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാമോ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അത് കണക്ക് തന്നെ അവരുടെ പാട്ടുകളും എല്ലാം അടിപൊളി. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ദൂരെ മാറി നിന്നത് ഇങ്ങനെയുള്ള വിഷയമേ കിട്ടിയിട്ടുള്ളായിരുന്നു. അടുത്തോട്ട് അടുക്കാൻ വയ്യ, അതുപോലെ തിരക്കായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. മാമനും പിള്ളേരും കുഞ്ഞമ്മയും മക്കളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് ഞങ്ങളൊരു ഒറ്റ സദ്യയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ മുന്നിൽ കുഞ്ഞമ്മ ഇതുപോലെ വിളമ്പി വെക്കും, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോൺ വെജ് ഒന്നും പെട്ടിട്ടില്ല. അപ്പോൾ നോൺ വെജൊക്കെ വേറെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി തേട് കറിയും അതുപോലെ നല്ല സൂപ്പർ ബീഫ് വരട്ടിയതും ഒക്കെ കുഞ്ഞമ്മയുടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അതായത് കടലപ്പായസം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം 8ാം ഉത്സവത്തിൻ്റെ അന്ന് വൈകുന്നേരം കെട്ടുകാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അന്ന് തന്നെ നൈറ്റ് നമ്മുടെ സിദ്ധാർത്ഥ് മേനോൻ്റെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കാണണം. അപ്പം ആ ഷോ 8 മണിക്കാണ്. അപ്പോൾ നമ്മൾ കെട്ടുകാഴ്ചയൊക്കെ കണ്ട് അമ്പലത്തിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും സമയം ഏകദേശമാകും. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇവിടെ ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊന്ന് കാണേണ്ടത് തന്നെയാണ്. എന്താണ് ആഘോഷം അല്ലേ, എന്ത് രസമാണ്. അതാണ്ട് ഓരോരോ രൂപങ്ങളും ഓരോരോ എന്താ പറയുക കലാരൂപങ്ങളും എല്ലാം അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. ഫ്രോക്കുകളൊക്കെ ഇട്ടിട്ട് ഗരുഡൻ്റെ രൂപം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് അമ്പലത്തിൻ്റെ തൊട്ട് ബാക്ക് വശം, അമ്പലത്തിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിള്ളേരെയൊക്കെ ആയിട്ട് പോയിട്ട് നല്ല എൻജോയ് ചെയ്തു. അതുപോലെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്താ രസമാണെന്നറിയാമോ, അത് കറങ്ങുന്ന കാണാൻ തന്നെ നമുക്ക് തല ചുറ്റും. അത് കറക്റ്റ് കാണുമ്പോഴത്തേക്കും അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് അതുപോലെ ചെണ്ടമേളം ഒരു രക്ഷയില്ല. നോക്കിക്കേ, ശിവനും അതുപോലൊക്കെ ദേവിയും എല്ലാവരും ഉണ്ട്. നോക്കൂ, നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കെട്ടുകാഴ്ച, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ സിദ്ധാർത്ഥ് മേനോൻ്റെ പ്രോഗ്രാം. Thank you guys, thank you so much. I'll be back. ഞാൻ വീണ്ടും വരും. Oh